രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറി എന്ന് പറയുന്നത് സാമ്പാറാണ്. പക്ഷേ ആ സാമ്പാർ എന്ന് പറയുന്നത് നമ്മൾ ചോറിനുണ്ടാക്കുന്ന കഷ്ണങ്ങൾ മൊത്തമുള്ള സാമ്പാർ പോലുള്ളതല്ല. അത് കുറച്ച് ദിവസം കൊണ്ട് കൊച്ചു പറയുക അങ്ങനെ ഉണ്ടാക്കുന്നു. അതായത് ഞാനിപ്പം കുറച്ച് പരിപ്പും മത്തങ്ങയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇല്ല ഉടുപ്പി സ്റ്റൈലൊക്കെ ഇത്തിരി മധുരമുള്ളേ, പക്ഷേ അതുപോലല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇത്രയും ഞാൻ വെജിറ്റബിൾ മത്തങ്ങയും ഇത് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് അതൊന്ന് വേവാൻ വെച്ചു. അപ്പോൾ ഇവിടെ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഇത് കുക്കറിൽ അടിച്ചതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ ആ പുളിയും ആ ശർക്കര വെള്ളം കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും ചേർത്ത് അതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ കടുകൂടെ വറുത്ത് ചേർക്കും. സാധാരണ ഉടുപ്പ് അവരൊക്കെ ഈ മുളകും മല്ലിയൊക്കെ വറുത്താണ് ചെയ്യുന്നത്. ഞാൻ അതൊന്നും ചെയ്തില്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് അന്നേരം കഷ്ണങ്ങളില്ല. ഇത് ഭയങ്കര ഇഷ്ടമാണ് അവന് ഇഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇഡലിയൊക്കെ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒന്ന് എടുത്ത് അതൊന്ന് ഇളക്കി ഇടുന്നുണ്ട്. അപ്പം ചായയൊക്കെ റെഡി ആയായിരുന്നു, കുടിക്കാൻ ചായ എടുത്തു. അതിനുശേഷം അവന് രാവിലെ അങ്ങ് ക്ലാസ്സിന് പോകണം. അപ്പം അവന് ഇഡലി കൊടുത്തിട്ട് വിട്ടു. പിന്നെ ദോശ വേണ്ടിയവർക്ക് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മുടെ റെഡിയായി. അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 4-5 സവാള എടുത്ത് അതൊന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി പേസ്റ്റും ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഇച്ചിരി നേരം ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊരു 2-3 ടൊമാറ്റോയുടെ അരിഞ്ഞ് ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് അത് വീണ്ടും ഒന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിയിലേക്ക് ഞാൻ ഇച്ചിരി ഒരു മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്, ആ ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞ് ഇതിലേക്ക് അതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം മസാലയൊക്കെ ഇട്ടിട്ട് ഞാൻ ചെറിയ തീയിൽ അത് വെച്ചിട്ട് ഇച്ചിരി നേരം അടച്ചു കൊടുത്തായിരുന്നേ. അപ്പോൾ ആ സവാളയൊക്കെ വഴുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാനൊന്ന് അരച്ചായിരുന്നു. അതുകൂടി ഇപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മൾ കഴുകി വാരി വെച്ച് ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്തേ. ഇതിലേക്ക് പിന്നെ ഞാൻ ഇച്ചിരം കഴിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഉച്ചയ്ക്ക് ഈ കറി എടുത്തില്ല, ചപ്പാത്തിക്ക് വേറെ കൂട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെന്തതിന് ശേഷം രാത്രിയിൽ എടുക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതങ്ങ് വിട്ടും പോയി. അപ്പോൾ ഞാൻ ഈ ചിക്കനൊക്കെ നന്നായി ഇളക്കിയിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്, ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടത് കുറച്ച് നേരം അത് വെന്തതിന് ശേഷം പിന്നെ ലാസ്റ്റിൽ ഞാനിതിരിച്ച് കടുകൂടെ വറുത്ത് ചേർത്തേ. നമ്മൾ ആ ഉള്ളി മുന്നേ അരച്ച് ചേർത്തുകൊണ്ട് നല്ല കുറുകിയ ചാറോടുകൂടിയ കറിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.